ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സൗദി സിവിൽ ഡിഫൻസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നാഷണൽ ഏർലി വാർണിംഗ് പ്ലാറ്റ്ഫോം വഴി മൊബൈൽ ഫോണുകളിൽ ലഭിക്കുന്ന മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ജനങ്ങൾ ഗൗരവമായി കാണണമെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. സൗദി സിവിൽ ഡിഫൻസിൽ നിന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ കേട്ടതുപോലുള്ള അടിയന്തര മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിച്ചാൽ പരിഭ്രമിക്കേണ്ടതില്ല. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയാണ് വേണ്ടതെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇത്തരമൊരു സന്ദേശം ലഭിച്ചാലുടൻ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. ജനലുകളിൽ നിന്നും ഗ്ലാസ് പ്രതലങ്ങളിൽ നിന്നും അകലം പാലിക്കണം. അകത്തെ മുറികളിൽ അഭയം പ്രാപിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അപകട സാധ്യത പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിക്കുന്നതുവരെ വീടിന് പുറത്തോ കെട്ടിടത്തിന് പുറത്തോ ഇറങ്ങാൻ പാടില്ല. തുറസായ സ്ഥലങ്ങൾ, ജനാലകൾ, ബാൽക്കണികൾ, കെട്ടിടങ്ങളുടെ മുകൾ ഭാഗം എന്നിവിടങ്ങളിൽ നിൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കുമ്പോൾ വീടിന് പുറത്താണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള കെട്ടിടത്തിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷിതമായ മറയ്ക്ക് പിന്നിൽ നിൽക്കുകയോ ചെയ്യണം. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നറിയിപ്പ് ലഭിക്കുന്നതെങ്കിൽ പരിഭ്രാന്തരായി വേഗത കൂട്ടരുത്. പകരം പാലങ്ങൾക്കും ഉയരമുള്ള കെട്ടിടങ്ങൾക്കും താഴെയല്ലാത്ത സുരക്ഷിതമായ ഒരിടത്ത് വാഹനം ഒതുക്കി നിർത്തണം. ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോകുന്നത് ഒഴിവാക്കണം. അപകടകരമായ സാഹചര്യങ്ങൾ ക്യാമറയിൽ പകർത്താനോ ഫോട്ടോ എടുക്കാനോ പാടില്ല എന്നും സൗദി സിവിൽ ഡിഫൻസ് കർശനമായി നിർദ്ദേശിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന നമ്പരിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർ 998 എന്ന നമ്പരിലും അടിയന്തര സഹായത്തിനായി വിളിക്കേണ്ടതാണ്. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.